Alaihissalam. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു BTK വ്ളോഗ്സ്. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത് പെരുന്നാളിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്നും ബിരിയാണി തിന്ന് മടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്ക് വെറും ചോറും കൂട്ടാനും ആക്കിയാലോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ തലേന്ന് രാത്രി തന്നെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ കുറച്ച് ബീഫും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പിന്നെ ഷിബിലി മോനോടും മോളോടും ചോദിച്ചപ്പോൾ അവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ പെരുന്നാൾസ്കറി 7 മണിക്കായിരുന്നു കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഷിബിലി മോനെ ഏക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ കേട്ടോ പള്ളിയിലേക്ക്. അങ്ങനെ ഇത് അവർ എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ എൻ്റെ ഫുഡിൻ്റെ ഏർപ്പാടുകളൊക്കെ തുടങ്ങി. ചോറ് വെച്ചു, പിന്നെ ഇത് ഉണക്കസ്രാവും പിന്നെ കൊണ്ടാട്ടമുളകും ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് വരട്ടിയിരുന്നു, പിന്നെ കുറച്ച് മുരിങ്ങാക്കായ തോരനും വെച്ച് കുറച്ച് പായസം വെച്ചു കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ഇത് നമ്മളെ തൈരൊക്കെ പറഞ്ഞുണ്ടാക്കിയ കുമ്പളങ്ങക്കറി ഉണ്ടായിരുന്നു, പിന്നെ കാബേജും ക്യാരറ്റും കൂടി അതൊരു ഉപ്പേരി വെച്ചു കേട്ടോ. ഇതൊക്കെ ആയിരുന്നു നമ്മൾ പെരുന്നാളിൻ്റെ വിഭവങ്ങൾ. പിന്നെ നമ്മൾ മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പള്ളിയിൽ പോയി കഴിഞ്ഞ് എൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഒരു ഫിലിമോടെ വിളിച്ചുണർത്തിയതാണ് കേട്ടോ ഇത്. അങ്ങനെ അവൾ ഇറങ്ങിയ ക്ഷീണമൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം അവൾ റെഡി ആയിട്ടാ. അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി എണീറ്റപ്പോഴേ ഇക്കാനും ഷിബിലി മോനെയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അവർ വീട്ടിലില്ല. അപ്പോൾ ഇത് മൂത്താപ്പാൻ്റെ വീട്ടിൽ പോകണം കേട്ടോ അവൾ. പിന്നെ എനിക്ക് മുത്തച്ഛന്മാരൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫാമിലി വീടുകൾക്ക് സന്ദർശിക്കാൻ വേണ്ടി പോകട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മുത്തച്ഛൻ്റെ വീട്ടിൽ ബിരിയാണിയും പിന്നെ കാട പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഒന്ന് ചെറുതായിട്ട് ഞങ്ങളും തന്നെ ഇവിടെ വന്നിരുന്നു കഴിക്കാൻ ബിരിയാണി. പിന്നെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് വന്നേക്കെ തിന്നിട്ട് അതിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് 2:30ക്കാണ് കേട്ടോ ഇത് നമ്മളെ ചോറ് തിന്നുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും പെരുന്നാൾ ചോറ് കഴിക്കട്ടോ. എല്ലാ വർഷവും പെരുന്നാൾക്ക് ഫുഡ് കഴിച്ചാൽ അപ്പോൾ പോകട്ടെ വയനാട്ടിൽ. ഇപ്രാവശ്യം പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് എക്സാമാണ് കേട്ടോ തിങ്കളാഴ്ച. അതുകൊണ്ട് കേട്ടോ ഇപ്രാവശ്യം വയനാട്ടിലേക്ക് കയറാഞ്ഞത്. അവിടേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ 1 ദിവസം 2 ദിവസം ഒന്നും പോകാറില്ല, ഒരുപാട് ഫാമിലി വീടുകൾസ് ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ പോയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ നാളെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ അൽഹംദുലില്ലാ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഓരോ ഫോട്ടോഷൂട്ടിങ്ങൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി. വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.